മോളെ സുലൈക്ക. ആ ഉപ്പ ഇതാ വരുന്നു. സുഹറത്ത ഉപ്പ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അടുപ്പത്തൊന്ന് നോക്കിക്കോണേ. ആ മോളെ നീ അങ്ങോട്ട് ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതെങ്ങാനും കരിഞ്ഞു പോയാൽ എയർപോർട്ടിലേക്ക് പോയ ആമിനമ്മ വന്ന് നിന്നെ ശരിയാക്കും. ഉണ്ണിയപ്പം മറിച്ചിട്ടുകൊണ്ട് സുഹറ പറഞ്ഞു. ഉമ്മ എന്തൊക്കെയാണാവോ ഫൈസിക്കയോട് പറഞ്ഞിട്ടുണ്ടാവുക. സുലൈക്കയുടെ ഉള്ളം നീറിക്കൊണ്ടിരുന്നു. ഫൈസിക്ക ഇറങ്ങിയിട്ടുണ്ടാകും എയർപോർട്ടിൽ നിന്ന്. ഇനി എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ? ഓരോന്നാലോചിച്ചുകൊണ്ട് സുലൈക്ക ഉപ്പയുടെ റൂമിലേക്ക് നടന്നു. മുഖമൊക്കെ നല്ലോണം തുടച്ച് വാതിൽ തുറന്നു. എന്ത് ഉപ്പ വിളിച്ചത്? ആ മോളെ, എന്താ ഇവിടെ ആരുമില്ലേ? ഒരു ഒച്ചപ്പാടും അനക്കൊന്നും ഇല്ലല്ലോ. ഇല്ല ഉപ്പ, അവരൊക്കെ എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാ. ഞാനും സുഹറത്തെ മാത്രമേ ഇവിടെ ഉള്ളൂ. മോളെ സുലൈക്ക, ഞാനാണ് നിന്നെ ഈ നരകത്തിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ മകൻ ഫൈസി, അവനെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, നിന്നെ സ്നേഹിക്കുമെന്ന് കരുതി. പക്ഷെ എല്ലാം തെറ്റി. ആമിനാൻ്റെ വലയിൽ അവൻ വീഴുമെന്ന് എനിക്ക് തോന്നിയതേയില്ല. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ. എൻ്റെ മോളെ ഉപ്പാപ്പാനോട് പൊറുക്കണേ. പൊന്നുമോളെ പൊറുക്കണേ ഉപ്പാനോട്. എനിക്കൊന്നും കഴിയുന്നില്ല. 2 അറ്റാക്ക് കഴിഞ്ഞ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് ആ വൃദ്ധൻ 2 കണ്ണുകളും തുളച്ചു. ഉപ്പ, നിങ്ങളിങ്ങനെ കരയല്ലേ? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ, ഇങ്ങനെ ടെൻഷൻ അടിക്കരുതെന്ന്? എനിക്ക് സങ്കടമൊന്നുമില്ല ഉപ്പ, അതൊക്കെ ക്ഷമിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. ഉപ്പ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങളിങ്ങനെ കരയല്ല കേട്ടോ. ഇതൊക്കെ സഹിക്കാനുള്ള കഴിവ് പഠിച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്. മോളെ സുലൈക്ക, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കണം. എനിക്ക് വാക്ക് തരണം. കേൾക്കാം ഉപ്പ. ഉപ്പ പറഞ്ഞതല്ലാതെ പിന്നെ ഞാൻ ആര് പറയുന്നതാ കേൾക്കേണ്ടത്? ആ മോളെ, ഫൈസി വന്നാൽ നീ അവനോട് സംസാരിക്കണം. അവന് നിന്നെയാണോ ഷാഹിനെയാണോ വേണ്ടതെന്ന് ചോദിക്കണം. 2 ആളെയും വേണമെന്നാണ് അവൻ്റെ മറുപടിയെങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കരുത്. ഉപ്പ, ഞാൻ എങ്ങോട്ട് പോകാനാണ്? എല്ലാം അറിയുന്ന ഉപ്പ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? അവൾ മുഖം പൊട്ടിക്കരഞ്ഞു. എനിക്ക് എങ്ങോട്ടും പോകണ്ട ഉപ്പ. എന്നെയും ഫൈസിക്ക് നോക്കും. എന്നേക്കാളേറെ ഷാഹിനെ സ്നേഹിച്ചാലും പ്രശ്നമില്ല. ഞാൻ ഇവിടെ നിന്നോളാം. എന്നെ ഒന്ന് പരിഗണിച്ചാൽ മതി എപ്പോഴെങ്കിലും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. എന്നെ ഇനി എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടല്ലേ ഉപ്പ. എനിക്ക് അവിടെ പേടിയാ. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞോളാം. എന്നെ പറഞ്ഞു വിടല്ലേ ഉപ്പ. എനിക്കൊരു സങ്കടവും ഇല്ല. എനിക്ക് വേറൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്. അവൾ തേങ്ങി കരഞ്ഞു പോയി. മോളെ, ഉപ്പാന്റെ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തിനാ മോളെ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കുന്നത് മോള്? അന്ന് അവൻ എൻ്റെ ഇഷ്ടത്തിനാ മോളെ നിക്കാഹ് ചെയ്തത്. പക്ഷെ ഇന്ന് അവൻ്റെയും ആമിനയുടെയും ഇഷ്ടത്തിനാ ഇവിടെ ഒരു നിക്കാഹ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അത്രയ്ക്ക് പരിതാപകരമായിട്ടായിരിക്കും. എനിക്കത് കാണാൻ വയ്യ മോളെ. മോള് നിന്റെ വീട്ടിലേക്ക് പോകണ്ട. ഉപ്പ നിനക്കായി ഒരിടം കണ്ടെത്തിയിട്ടുണ്ട്. ഉപ്പ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെ പോകണമെന്നാ എൻ്റെ ഫൈസിക്കാനെ വിട്ടിട്ട്? എനിക്ക് എൻ്റെ ഫൈസിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാ ഉപ്പ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. സുലൈഖ നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു. മോളെ, നീ ഉപ്പ പറയുന്നത് അനുസരിക്കണം. മോളെ ഇവിടെ കിടന്ന് നരകിച്ചാൽ, ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ഇവിടെ സമാധാനം കിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ മോൾ കേൾക്കണമിത്. എന്താ ഉപ്പ ഇത്? ഞാനിന്ന് പറയില്ല. ഞാൻ കേൾക്കാം. ഉപ്പ പറയുന്നത് പോലെ അനുസരിക്കാം. എല്ലാം ഞാൻ മറക്കാം. എൻ്റെ ഫൈസിക്ക് ഞാൻ മറക്കാം. എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? ഉപ്പ പറഞ്ഞാൽ മതി. ഞാൻ എവിടെ വേണമെങ്കിലും പോകാം. ഈ വീട്ടിൽ ആകെപ്പാടെ എന്നോട് സ്നേഹമുള്ളത് ഉപ്പാക്കല്ലേ. ഉപ്പ പറയും പോലെ ഞാൻ അനുസരിക്കാം. അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. മോളെ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. ഈ കവറിൽ മോൾക്കുള്ളതെല്ലാം ഉണ്ട്.
പഴയ തുണിസഞ്ചി സുലൈഖയ്ക്ക് നീട്ടിക്കൊണ്ട് ആ ബാപ്പ പറഞ്ഞു. എൻ്റെ ഒരു പഴയ ചങ്ങാതിയുണ്ട്, കോയ. അവനിക്ക് എന്നോടും എനിക്ക് അവനോട് ഒരുപാട് കടപ്പാടുണ്ട്. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. അവൻ്റെ അടുത്തേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. അവന് മക്കളൊന്നുമില്ല. അവൻ്റെ ഭാര്യയും നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഈ കവറിൽ അവൻ്റെ അഡ്രസ്സും എൻ്റെ ഒരു എഴുത്തുമുണ്ട്, കൂടാതെ കുറച്ച് പൈസയും. നിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ തരാൻ വേണ്ടി വെച്ചതാ. അവരുണ്ടാകുമ്പോൾ ഇതൊന്നും നടക്കില്ലല്ലോ. മോള് പോയിക്കോ. ഞാൻ സുഹറയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ഇവിടുന്ന് പോകാനാകുമ്പോൾ സുഹറയും ഭർത്താവും നിന്നെ ബസ് കയറ്റി അയക്കും. പിന്നെ മോള് പോകുന്ന കാര്യം ഇവിടെ ആരും അറിയരുത്. ഇനി നിന്നെ തേടി ഇവിടുന്ന് ഒരാൾ പോലും വരാൻ പാടില്ല. ഇത്രയൊക്കെ ഈ വയസ്സിനെ കൊണ്ട് മോൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മോളെ സുലൈഖ, നീ നല്ല കുട്ടിയാ. എൻ്റെ മകൻ ഒരു ദിവസം അവന് വരും. ചെയ്തു പോയ എല്ലാ തെറ്റും മനസ്സിലാക്കുന്ന ഒരു ദിവസം നീയാണ് ശരിയെന്ന് അന്ന് അവന് മനസ്സിലാകും. എൻ്റെ എല്ലാ അനുഗ്രഹവും എൻ്റെ മോൾക്കുണ്ടാകും. പടച്ചോൻ്റെ അനുഗ്രഹം എന്നും എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അത് ഉമ്മ അറിഞ്ഞാൽ എനിക്ക് ആകെ പേടിയാവുന്നു ഉപ്പ. ആരും അറിയില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ മരിച്ചെന്ന് കേട്ടാൽ പോലും മോളിനി ഈ പടി ചവിട്ടരുത്. ആ വാക്ക് എനിക്ക് തരണം മോള്. സുലൈഖ, ഉപ്പ ദാ ഫൈസി എത്തി. അവരുടെ കാർ മുറ്റത്തെത്തി. സുഹറ ഓടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും സുലൈഖ ഉപ്പാനെയും സുഹറത്തെയും മാറി മാറി നോക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പ തന്ന കവറും എടുത്ത് തൻ്റെ റൂമിലേക്ക് ഓടി. അപ്പോൾ ഫൈസി വന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ഭാഗം കാണാം കേട്ടോ. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.